ജെക്സി തോമസ് ഇപ്പോ ഇത് നോക്കൂ, ഒരു ചിത്രം പ്രചരിപ്പിച്ചു, അതിന് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നു, കലാപാഹ്വാനത്തിന് കേസെടുക്കുന്നു. അത് ഒരു തരത്തിലും ജയ്ക്ക് തന്നെ മുൻപ് പല കാര്യങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ വേട്ടയടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു തരത്തിലും അർഹിക്കുന്ന തരത്തിലല്ല ഇത്തരം നടപടികൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് കൂട്ടായ ചെറുത്തുനിൽപ്പുണ്ടാകുന്നു എന്നതിന്റെ ന്യായമായി അവർ പറയുന്നത് ഒരു ചിത്രം പങ്കുവച്ചതിന് കലാപാഹ്വാനത്തിന് കേസെടുക്കുന്നു എന്നുള്ളതാണ്. കലാപാഹ്വാനം കേരളത്തിൽ ഇത് ആദ്യത്തെ കേസല്ല. ഇതെന്താ കേരള പോലീസ് എടുത്തു വെച്ചിരിക്കുകയാണോ ആര് വന്നാലും കൊടുക്കാൻ വേണ്ടിയിട്ട് കലാപാഹ്വാനത്തിന് കേസ്? തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യം പ്രസക്തമാണ്. ആ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് വരാം. പക്ഷേ ഇന്ന് വൈകുന്നേരമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മലയാള ടെലിവിഷൻ കാഴ്ചകളുടെ ഒരു പ്രൈം ന്യൂസ് അവറിൽ കേരളം അല്ലെങ്കിൽ മലയാളി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇതായിരുന്നു എന്നതിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് വ്യത്യസ്തമായൊരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായ പ്രകടനം രണ്ട് വാചകങ്ങളിൽ പങ്കുവച്ചിട്ട് ഞാൻ നേരെ അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരികയും ചെയ്യാം. യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ പ്രതിനിധി സംസാരിച്ച് വരവെ കലാപാഹ്വാനം, വർഗീയ പരാമർശങ്ങൾ വഴി കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വളരെ കൺസേൺഡായ അഭിപ്രായം പറഞ്ഞു. ഞാൻ അഭിപ്രായങ്ങളൊന്നും തള്ളിക്കളയുന്നില്ല. പക്ഷെ ഇന്നത്തെ രാത്രി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയെമ്പാടും ലോകമെമ്പാടുമുള്ള മതനിരപേക്ഷവാദികൾ, അതായത് ലളിതമായി ചുരുക്കി വിശദീകരിക്കാൻ ശ്രമിച്ചാൽ എൻ്റെ വിശ്വാസത്തിന്റെ പേരിൽ എൻ്റെ അരികിലിരിക്കുന്ന ഒരാൾ വേട്ടയാടപ്പെടാൻ, കൊല്ലപ്പെടാൻ, അയാളുടെ ചോര ചെതറാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ലോകമെങ്ങുമുള്ള ഏത് മലയാളി അല്ലെങ്കിൽ ഏത് മനുഷ്യൻ, മതനിരപേക്ഷവാദിയായ ഏത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഹൃദയത്തെ പിടിച്ചു കുലക്കിയ, നമ്മളുടെ ഉള്ളിനെ നോവിച്ച് കളഞ്ഞ വാർത്ത ഏതാണ്? അത് അങ്ങ് സൂചിപ്പിച്ച ഏതെങ്കിലും ഒരാളെ കാറിൽ കയറ്റി നടന്നു, അല്ലെങ്കിൽ കലാപാഹ്വാനത്തിന്റെ പേരിൽ കേസ് വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു, അതേ തുടർന്ന് സ്റ്റേഷനിൽ വന്ന് ജാമ്യത്തിൽ വിട്ടു, അതൊന്നുമല്ല. അങ്ങ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലോകമെങ്ങുമുള്ള മതനിരപേക്ഷവാദികളുടെ ഹൃദയത്തെ ഏറ്റവും അധികം നോവിച്ചത് കർണാടകയ്ക്ക് അടുത്ത് ബാംഗ്ലൂരിന് സമീപമുള്ള യലഹങ്കയിൽ, ആ യലഹങ്കയിലെ നമ്മളുടെ ഫക്കീർ കോളനി, അതോടൊപ്പം തന്നെ വാസിം ലേഔട്ട്, 3000-ലധികം വരുന്ന മനുഷ്യന്മാരെയാണ് ഒരു മുന്നറിയിപ്പും കൂടാതെ 100 കണക്കിന് വരുന്ന വീടുകൾ ഇടിച്ചു നിരത്തി ഈ കൊടിയ മഞ്ഞത്ത്. അതിൽ 80%-ലധികം വരുന്നത് മുസ്ലിം മതന്യൂനപക്ഷ വിഭാഗങ്ങളാണ്. 20%-ഓളം വരുന്നത് ഈ രാജ്യത്തെ ഏറ്റവും നിസ്വരായ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. 3000 മനുഷ്യന്മാരെ ഒരൊറ്റ രാത്രി കൊണ്ട് RSSന്റെ യോഗിക്ക് നാണം തോന്നും വിധം നിങ്ങൾ ഇറക്കിവിട്ടത് DK ശിവകുമാറും അതോടൊപ്പം കർണാടകയിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും G പരമേശ്വരയും ഒക്കെ നേതൃത്വം നൽകുന്ന ലക്ഷണമൊത്ത കർണാടക പരിവാറായിട്ടുള്ള കർണാടകയിലെ സംഘപരിവാരത്തെ തോൽപ്പിക്കാൻ പര്യാപ്തമായ കർണാടകയിലെ കോൺഗ്രസ് ആണ്. നമ്മൾ നെഞ്ചു കലങ്ങി ആ കാഴ്ചകൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാതൃഭൂമി ചർച്ചയിലേക്ക് കടക്കുന്നതിന് തൊട്ടുമുമ്പ് ഈ സ്റ്റുഡിയോയിൽ തീർച്ചയായും ഏത് വിഷയം എടുക്കണം എന്നത് സംബന്ധിച്ച് ആധികാരികമായ ഒരു ചർച്ച നടന്നതിന് ശേഷം തന്നെയാണ് ഞങ്ങൾ ഈ വിഷയം എടുത്തിട്ടുള്ളത്. ഈ വിഷയമാണെന്ന് അറിയിക്കുകയും ചെയ്തതാണ്. ആ വിഷയം ഏറ്റവും ഗൗരവം അർഹിക്കുന്നതാണ്. എല്ലാ വാർത്താ ബുള്ളറ്റിനുകളും ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊടുക്കുന്നുണ്ട്, പ്രതികരണങ്ങൾ കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യാൻ തീരുമാനിക്കുകയും അത് അറിയിച്ചിട്ടാണ് ഞാൻ 3 അതിഥികളെയും ഇതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തത്. വിഷയത്തിലേക്ക് വരണം. ഞാനത് ബഹുമാനിക്കുന്നു കേട്ടോ ജേക്ക്, ഞാൻ അത് ബഹുമാനിക്കുന്നു. അങ്ങ് തുടരും. തീർച്ചയായിട്ടും അങ്ങയുടെ പാനലിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ചയുടെ അന്തിമ വിഷയം തീരുമാനിക്കാനുള്ള അവകാശത്തെയും ഞാനും ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ്, വിയോജിപ്പോടുകൂടെ തന്നെയാണ് ഞാൻ ഇവിടെ വന്നിരുന്നത്. ഞാൻ ആമുഖമായി ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. പിന്നെ അതിന്റെ തുടർച്ചയിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് വല്ലാത്ത പ്രയാസം, ഈ പറയുന്ന KPCCയുടെ നേതാവിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തില്ലേ, അദ്ദേഹത്തെ എന്താ പ്രഭാത കൃത്യം നിർവഹിക്കാൻ തടസ്സപ്പെടുത്തി എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ്സുകാർ പരമകാരുണികനായി അവകാശപ്പെടാറുള്ള മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രിയും ഒക്കെ ആയിരുന്ന ആളുടെ കാലയളവിൽ ഞങ്ങളെയൊക്കെ വീട് വളർന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ നാട്ടിലെ കുട്ടികൾക്ക് ഓണപരീക്ഷ എത്തിയിട്ടും പാഠപുസ്തകം കിട്ടാത്തത് എന്താ എന്ന് ചോദിച്ചതിന് ആയിരക്കണക്കിന് പോലീസുകാർ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. പ്രഭാത കൃത്യം പോയിട്ട് അതിനെ സംബന്ധിച്ചൊരു ചോദ്യത്തിന് പോലും സമയം കിട്ടിയിട്ടില്ല. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന് മാത്രമല്ല, പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് 3 തവണ ഇടിവണ്ടിയിൽ വണ്ടികിട്ട് കോട്ടയം നഗരത്തിലൂടെ കറക്കി മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ട വന്ന ആയിരക്കണക്കിന് കുട്ടികൾ, വിദ്യാർത്ഥികൾ, ഞങ്ങളുടെ തലമുറയിൽപ്പെട്ടവർ ഇപ്പോഴും ഉണ്ട്. അന്നൊന്നും ഈ ചോദ്യം ഉയർന്നു വന്നിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നു, ഈ ദൃശ്യങ്ങളിൽ കണ്ട അങ്ങയുടെ സഹപ്രവർത്തകനായ കോൺഗ്രസ് നേതാവ്, അദ്ദേഹത്തെയൊക്കെ സംബന്ധിച്ച് പ്രത്യേകതയുണ്ട് കേട്ടോ. ആദരണീയനായ ഈ കോൺഗ്രസിന്റെ തന്നെ നേതാവായിട്ടുള്ള ശങ്കരൻ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ കോൺഗ്രസ് നേതാവിന്റെ സംഭാവനയെ സംബന്ധിച്ച് ഒരു കമ്മീഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ആ പരാതി അന്വേഷിച്ച കമ്മീഷനെ തുടർന്ന് എത്ര ലക്ഷം രൂപ തിരികെ കൊടുക്കേണ്ട വന്നു എന്നുള്ളതൊക്കെ പഴയ കഥ, അതിപ്പോ പരാമർശിക്കേണ്ടതില്ല. ഞാൻ സന്ദർഭവശാൽ ഓർമ്മിച്ചു എന്ന് മാത്രം. അപ്പൊ ഈ പുകൾപ്പെട്ട കോൺഗ്രസ് നേതാവ് എന്തായാലും നല്ല കതർധാരികളായി ചാനൽ ക്യാമറകളുടെ നടുവിലൂടെയാണ് പോലീസ് വണ്ടിയിലേക്ക് കയറുന്നതായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോ അതൊന്നും ആയിരുന്നില്ല കേരളത്തിൽ മുമ്പുണ്ടായിരുന്നത്. ഇപ്പൊ പോലീസ് ഒന്ന് വീട്ടിൽ വന്ന് മര്യാദയ്ക്ക് ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോകുമ്പോ തന്നെ ഞങ്ങളെ തൊട്ട എന്ന് പറഞ്ഞ് അങ്ങേ നിലവിളിക്കേണ്ട കാര്യമില്ല.
രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സ്വയം സൃഷ്ടിച്ചെടുത്ത മോർഫിംഗ് ചിത്രങ്ങൾ നമ്മുടെ നാട്ടിൽ അന്തസ്സോടും ഔന്നിത്യത്തോടും കൂടെ പൊതുപ്രവർത്തനം നടത്തുന്നവരെ ആക്ഷേപിക്കാൻ മുൻകൂട്ടി തയ്യാറാക്കിയ അജണ്ടയോടെ കൂടെ പ്രവർത്തനം നടത്തിയാൽ കേസുകൾ ഉണ്ടാകും. കേസുകൾ ഉണ്ടാകുമെന്ന് മാത്രമല്ല, ആ കേസുകൾ ഉണ്ടായാൽ സ്വാഭാവികമായി അറസ്റ്റും ഉണ്ടാകും. ഞാൻ മനസ്സിലാക്കുന്നു BNS 197 എന്ന് പറയുന്നത് ഒരു നോൺ ബെയിലബിൾ ഒഫൻസ് ഒന്നുമല്ല, ജാമ്യം കിട്ടുന്ന വകുപ്പാണ്. അതുകൊണ്ട് സ്വാഭാവിക പ്രക്രിയ എന്ന വണ്ണം ജാമ്യം കിട്ടിയതാണ്. പിന്നെയോ അദ്ദേഹം തന്നെ ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതാവിന് ഇല്ലാത്തൊരു വക്കാലത്ത് അദ്ദേഹം പറഞ്ഞു. കാരണം എന്താണ്? എനിക്ക് അക്കാര്യത്തിൽ ഒരു ചെറിയ തെറ്റ് പറ്റി. എന്താ ചെറിയ തെറ്റ്? ചെറിയ തെറ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ മതവിശ്വാസികളും മതരഹിതരുമായിട്ടുള്ള മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യന്മാർ ഒരേ വെറുപ്പോടുകൂടെ കാണുന്ന ലക്ഷണമൊത്ത അമ്പലക്കള്ളനും മുഖ്യമന്ത്രിയുമായി കാതോട് കാതോരം രഹസ്യം പറയുന്ന ചിത്രം അദ്ദേഹം സൃഷ്ടിച്ചെടുത്തു. ഒരു കള്ളച്ചിത്രം കേരളത്തിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ലക്ഷണമൊത്ത അമ്പലക്കള്ളനുമായി, അതും കോൺഗ്രസുകാർ UPയുടെ ചെയർപേഴ്സന്റെ അന്തപ്പുരം വരെ ആനയിച്ചു കൊണ്ടുപോയ ഒരു അമ്പലക്കള്ളനുമായി സമീകരിക്കാൻ കഴിയുന്ന പ്രകാരം ഒരു കള്ളച്ചിത്രം ഉണ്ടാക്കിയെടുത്തു. ആ കള്ളച്ചിത്രം ഉണ്ടാക്കിയെടുത്തത് തെറ്റായി പോയെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ കോൺഗ്രസ് നേതാവ് തന്നെ ഡിലീറ്റ് ചെയ്തു. അദ്ദേഹത്തിന് ഇല്ലാത്തൊരു വക്കാലത്തുമായിട്ടാണ് കോൺഗ്രസിന്റെ പുതിയ നേതാവ് ഇപ്പൊ ചർച്ചയിൽ വന്നിരുന്നത് അദ്ദേഹത്തെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഒരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണ് അക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ഇവർ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് പോലെ, ഇവർ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് പോലെ മറ്റൊരു കാര്യവുമില്ല. മാത്രമല്ല, ഈ കേസുകളുടെ ഇത്തരം കേസുകളുടെ അനുഭവങ്ങളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകണോ? തൃക്കാക്കരയിൽ മത്സരിച്ചിരുന്ന കേരളം ആദരിക്കുന്ന ആരോഗ്യരംഗത്തെ പ്രഗത്ഭനായ ഒരു ഡോക്ടറെ സംബന്ധിച്ച് അന്ന് എന്താ ഈ ചെറിയ നേതാവല്ല പറഞ്ഞത്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്താണ്? അശ്ലീല ചിത്രം തല വെട്ടിമാറ്റി അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചില്ലേ? പ്രചരിപ്പിച്ചപ്പോ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ആങ്കർ ഓർമ്മിക്കുന്നില്ലേ? കോൺഗ്രസ് നേതാവ് പറഞ്ഞാലും ഇങ്ങനെയൊക്കെ കിട്ടിയാൽ ആരാണ് പ്രചരിപ്പിക്കാത്തത്? ഇതാണ് ചോദിച്ചത്. അതേ മാരകം വെച്ചിട്ടാണ് ഇപ്പോൾ അങ്ങയുടെ ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി പറയുന്നത്, ഞങ്ങൾ ഈ ചിത്രം ഇനിയും പ്രചരിപ്പിക്കും. ഇല്ലേ? മുഖാന്തരം ചോദിക്കുകയും ചെയ്തേനെ. സ്വാഭാവികമായും ജയിക്ക് ഉന്നയിച്ചില്ലെങ്കിൽ ഞാൻ ഈ ചർച്ചയുടെ തുടർച്ചയിൽ അത് ഉന്നയിക്കുകയും ചെയ്തേനെ. കോൺഗ്രസ് ചോദിക്കുകയാണ്. ശരി.